ഇനി മാസം തോറും ഇരുട്ടടി വൈദ്യുതി ബോർഡിന്റെ പരിഷ്കാരം വലയ്ക്കുമോ? ഇടയ്ക്കിടയ്ക്ക് ഓരോരോ പരിഷ്കാരവുമായി എത്തി കേരളത്തിലെ വൈദ്യുതി ഉപയോഗിക്കുന്നവരെ പരമാവധി ഉപദ്രവിക്കുന്ന ഏർപ്പാടാണ് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് നടത്തി വരാറുള്ളത്. മാറിയും മറിഞ്ഞും ഓരോ പരിഷ്കാരങ്ങളും നടപ്പിൽ വരുമ്പോൾ ഇരുട്ടടി കിട്ടി തളർന്നു വീഴുന്നത് വൈദ്യുതി ഉപഭോക്താക്കളാണ്. മാസം തോറും ഉപയോഗിച്ച വൈദ്യുതിയുടെ ബില്ല് നൽകി അതിന്റെ തുക അടപ്പിച്ചിരുന്ന ബോർഡ് ആ ഏർപ്പാട് മാറ്റി 2 മാസത്തിലൊരിക്കൽ എന്ന ഏർപ്പാട് നടപ്പിൽ വരുത്തിയത് എന്തിനു വേണ്ടി, അല്ലെങ്കിൽ ആർക്കു വേണ്ടി എന്ന ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരമില്ല. ഏതായാലും ബോർഡിന്റെ തലവന്മാർ ഇപ്പോൾ ആലോചിച്ചു വരുന്നത് പഴയ രീതിയിൽ മാസം തോറും ബില്ല് വിതരണം ചെയ്യുന്ന ഏർപ്പാടാണ്. ഇതും ജനത്തിന് ഉപദ്രവമായി മാറുമോ എന്നത് കണ്ടറിയേണ്ട കാര്യമാണ്. വൈദ്യുതി ബോർഡിൽ ചാർജ് ഈടാക്കുന്നത് പരിഷ്കരിച്ച് പലതരത്തിൽ വലയ്ക്കുന്ന ഒന്നായി മാറിയിരുന്നു. ഉപഭോക്താക്കൾക്ക് ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ അളവും തൂക്കവും നോക്കി പല സ്ലാബുകളാക്കി ഓരോന്നിനും ഓരോ റേറ്റ് നിശ്ചയിക്കുന്ന ഏർപ്പാടാണുള്ളത്. 200 യൂണിറ്റിന്മേൽ ഉപയോഗം വന്നാൽ പിന്നെ അധിക നിരക്ക് ഈടാക്കുകയാണ് പതിവ്. സാധാരണ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഏർപ്പാട് പ്രകാരം ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും 200 യൂണിറ്റ് മുകളിൽ വൈദ്യുതി ഉപയോഗം ഉണ്ടാകും. കാരണം ബോർഡർ മീറ്റർ പരിശോധിക്കുന്നതും ബില്ല് തയ്യാറാക്കുന്നതും 2 മാസത്തിൽ ഒരിക്കലാണ്. 1 മാസം 100 യൂണിറ്റ് വൈദ്യുതി ഉപയോഗിക്കുന്ന വീട്ടിൽ 2 മാസം കഴിഞ്ഞ ബില്ല് നൽകിയാൽ സ്വാഭാവികമായും 200 യൂണിറ്റും അതിനു മുകളിൽ വരും. ഇങ്ങനെ ബില്ല് കണക്കാക്കുന്നത് കൊണ്ട് ഓരോ ഉപഭോക്താവും അധിക നിരക്ക് നൽകുന്നതിനുള്ള സ്ഥിതിയാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ മാസത്തിൽ ഒരു ബില്ല് എന്നത് ഉപഭോക്താക്കൾക്ക് ഏറെക്കാലമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. മാസത്തിൽ ബില്ല് എന്ന് കണക്കാക്കുമ്പോൾ അതിന്റെ പിറകെ വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കുന്നു എന്നതാണ് ആശങ്ക. പുതിയ സംവിധാനം ഏത് കൊണ്ടുവരുമ്പോഴും ഉപഭോക്താവിനെ പിഴിയുക എന്നതല്ലാതെ ഒരു പരിപാടിയും വൈദ്യുതി ബോർഡ് ഇന്ന് വരെ നടപ്പിലാക്കിയിട്ടില്ല. കേരളത്തിൽ 1,40,00,000 വൈദ്യുതി ഉപഭോക്താക്കൾ ഉണ്ട് എന്നാണ് കണക്ക്. നിലവിലുള്ള താരിഫ് പ്രകാരം 200 യൂണിറ്റിന് മുകളിൽ ഉപയോഗിച്ചാൽ അധിക നിരക്കായ യൂണിറ്റിന് 8 രൂപ 20 പൈസ പ്രകാരം ഈടാക്കുകയാണ്. 2 മാസത്തിലൊരിക്കൽ ബില്ല് എന്ന രീതിയിൽ നൽകുന്നതാണ് ഉപഭോഗം കൂടാൻ കാരണം. മാസം തോറും ബില്ല് നൽകുക എന്ന രീതി നടപ്പിൽ വരുത്തുന്നതോടൊപ്പം ഉപഭോക്താക്കൾക്ക് സ്വന്തമായി മീറ്റർ റീഡിംഗ് നിശ്ചയിക്കാനും അത് പ്രകാരമുള്ള ബില്ലുകൾ അടയ്ക്കാനും സൗകര്യമുണ്ടാകും എന്നാണ് പറയുന്നത്. ഇത്തരത്തിൽ ഉപഭോക്താവ് കണക്കാക്കിയ വൈദ്യുതി ഉപയോഗവും അതിന്റെ ബില്ലുകൾ ഇടയ്ക്കിടെ ബോർഡ് ജീവനക്കാർ നേരിട്ട് പരിശോധിക്കുകയും തകരാറുണ്ടെങ്കിൽ ബില്ല് തുകയിൽ മാറ്റം വരുത്തുകയും ചെയ്യുന്നതിനുള്ള സൗകര്യവും ഒരുക്കും എന്നാണ് വൈദ്യുതി ബോർഡ് പറയുന്നത്. ഇതിനിടയിലാണ് കേന്ദ്ര സർക്കാർ രാജ്യമൊട്ടാകെ വൈദ്യുതി ഉപഭോക്താക്കൾക്ക് ആധുനിക ഇലക്ട്രോണിക് മീറ്റർ സംവിധാനം ഒരുക്കുന്നതിനുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത്. കേരളത്തിലും ഇത് നടപ്പിലാക്കുന്നതിന് തത്വത്തിൽ തീരുമാനമെടുത്തെങ്കിലും വൈദ്യുതി വകുപ്പിലെ ജീവനക്കാരുടെ പ്രതിഷേധം മൂലം അത് നടന്നിട്ടില്ല. എന്താണ് ജീവനക്കാരുടെ ഈ പ്രതിഷേധത്തിന് പിന്നിലുള്ള കാരണം എന്നത് ഇപ്പോഴും അജ്ഞാതമാണ്. വൈദ്യുതി വിതരണത്തിലും ഉപയോഗത്തിലും നടത്തുന്ന തട്ടിപ്പുകൾ ഒഴിവാക്കുക എന്നതാണ് കേന്ദ്ര സർക്കാർ ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിട്ടത്. കേരളത്തിൽ 1.5 കോടിയോളം ഉപഭോക്താക്കളുള്ള സ്ഥിതിക്ക് ഇത്രയും തന്നെ പുതിയ മീറ്ററുകൾ സ്ഥാപിക്കേണ്ടതായി വരും. സാധാരണഗതിയിൽ വൈദ്യുതി ബോർഡാണ് മീറ്ററുകൾ ഉപഭോക്താക്കൾക്ക് നൽകുക. പുതിയ മീറ്റർ ഏർപ്പെടുത്തുന്നതിന് 2000-ലധികം കോടി രൂപ ചെലവ് വരും എന്നതിന്റെ പേരിൽ വൈദ്യുതി ബോർഡ് നിർദ്ദേശം നടപ്പിലാക്കാതെ മാറി നിൽക്കുന്നു എന്നും പറയുന്നുണ്ട്. നിലവിൽ വൈദ്യുതി ബോർഡ് പറയുന്ന കണക്ക് പ്രകാരം ഒരു ഉപഭോക്താവിന്റെ വൈദ്യുതി മീറ്റർ റീഡിംഗ് എടുത്ത് ബില്ല് കൈമാറുന്നതിന് 9 രൂപയുടെ ചെലവ് വരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇത് മീറ്റർ റീഡർമാർക്കുള്ള ശമ്പളവും മറ്റുമാണ് ഈ ചെലവായി കണക്കാക്കുന്നത്. 2 മാസത്തിലൊരിക്കൽ റീഡിംഗ് എടുക്കുമ്പോൾ 9 രൂപ ഒരു മീറ്ററിന് ചെലവ് വരുന്നു. മാസം തോറും ആക്കി മാറ്റിയാൽ 18 രൂപയായി ചെലവ് വർദ്ധിക്കും എന്ന ഒരു ഭയവും വൈദ്യുതി ബോർഡിനുണ്ട്. എന്നാൽ പാവപ്പെട്ട ഉപഭോക്താക്കളെ സംരക്ഷിക്കുകയാണ് സർക്കാർ ഉടമസ്ഥതയിലുള്ള വൈദ്യുതി ബോർഡ് ലക്ഷ്യമെങ്കിൽ മാസം തോറുമുള്ള ബില്ലിംഗ് സമ്പ്രദായം നടപ്പിലാക്കുക തന്നെയാണ് വേണ്ടത്. ഓരോ വർഷവും 1500 കോടിയിൽ പരം രൂപയുടെ നഷ്ടക്കണക്കാണ് വൈദ്യുതി ബോർഡ് പുറത്തുവിടാറുള്ളത്. എവിടെയാണ് എങ്ങനെയാണ് ഇത്രയും നഷ്ടം വന്നു ചേരുന്നത് എന്ന കാര്യത്തിൽ ഇതുവരെ ഒരു വ്യക്തതയും ഉണ്ടായിട്ടില്ല. പ്രസരണ നഷ്ടം, ജീവനക്കാരുടെ വലിയ ശമ്പളം തുടങ്ങിയവയാണ് ഈ പ്രതിസന്ധി ഉണ്ടാക്കുന്നത് എന്ന കാര്യം ഒരു വസ്തുതയാണ്. ഇപ്പോൾ വൈദ്യുതി ബോർഡ് തന്നെ പുറത്തുവിട്ട കണക്ക് പ്രകാരം സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നും പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നും മാത്രമായി വൈദ്യുതി ബോർഡിന് 3400 കോടി രൂപ പിരിഞ്ഞു കിട്ടാനുണ്ട്. എന്തുകൊണ്ടാണ് ഈ വലിയ തുക പിരിച്ചെടുക്കുന്നതിന് വൈദ്യുതി ബോർഡിന് കഴിയാതെ വരുന്നത് എന്ന കാര്യവും അജ്ഞാതമാണ്. വാഗൺ സ്പൈസസ് വാഗമണിലെ എല്ലാ ഒറിജിനൽ പ്രോഡക്ട്സും തിരുവനന്തപുരത്ത് ഒരു കുടക്കീഴിൽ ജ്യോതിപുരം ഫുഡ് സേഫ്റ്റി ഓഫീസിന്റെ മുൻവശത്ത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കശുവണ്ടി, കുരുമുളക്, ഗ്രാമ്പു, ഏലക്ക, പട്ട, കാഷ്യൂനട്ട്, നട്ട്സ്
ആൽമണ്ട് എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ്. ബന്ധപ്പെടേണ്ട നമ്പർ 7994007599 അല്ലെങ്കിൽ 9656417599.